രാവിലെ തന്നെ ഈ പെട്ടി പാട്ടൊക്കെ കൂട്ടിക്കെട്ടിക്ക് ഇങ്ങോട്ടാ പോണെന്നില്ല ഇറങ്ങിട്ടല്ല കേട്ടോ. ഈ കടുത്ത സ്നേഹം റിയലാണെന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. റിയലാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞിനോടും പറഞ്ഞു കേട്ടോ യാത്ര. കുഞ്ഞിന് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു, വല്ല സ്നാക്സ് ഒക്കെ. അത്ര ദൂരെ യാത്ര ചെയ്യണ്ടല്ലേ, അപ്പൊ എങ്ങോട്ടാന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടും അല്ല, മലപ്പുറം പോവാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ലൈൻ ബസ്സിൽ കയറി നേരെ KSRTC ഇറങ്ങി. അവിടുന്ന് ടിക്കറ്റ് കൊടുത്ത് ഒരു ഫോട്ടോ കിട്ടാന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴുള്ള വാൻസ് ഒക്കെ കൂടെ ഫ്രണ്ടിക്ക് വന്നു. എന്താ ചെയ്യുക ഗൈസ്, അവസ്ഥയാണ്. പിന്നെ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മണ്ണാർക്കാട് എത്തി. എന്താ അടിപൊളി വ്യൂ ആണല്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഏരിയ. എനിക്കാളും ഇഷ്ടമുള്ള ഒരു ഏരിയ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിരുന്ന് അത് പറഞ്ഞപ്പോഴാണ് പിന്നെ തിന്നാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വാങ്ങിയാണല്ലോ, അപ്പൊ അതിനെ തിന്നണമല്ലോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞ് ഇത് പകുതി ട്രാവൽ ഇവിടെ കഴിഞ്ഞ്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പക്ഷെ ഇവിടെ ഇപ്പൊ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങാടിപ്പുറമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അങ്ങനെ മലപ്പുറം എത്തി. അവിടുന്ന് അടുത്ത ബസ് കയറി. മൊത്തത്തിൽ യാത്രയാണ്. അവിടുന്ന് അടുത്ത ബസ്സും കയറി നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തി. പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും കടയിൽ നിന്ന് മേടിച്ചു. അങ്ങനെ അവള് വീട്ടിലെത്തി. ഇസുമാനെ കണ്ടു, ഇന്നുനെ കണ്ടു, അങ്ങനെ എല്ലാരെയും കണ്ടു. പിന്നെ നമ്മൾ ഉച്ചയായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഉച്ചയ്ക്ക് നമ്മുടെ സ്വന്തം മൂത്തമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പയറേറി തോരൻ, പപ്പടം, ചോറ്, ചിക്കൻ കറി തുടങ്ങിയിട്ടുള്ള സാധനങ്ങള്. എന്തിനാ അത്ര തിരക്ക് പിടിച്ച് അവിടെ നിങ്ങളുടെ ഓടി വന്നെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ ബൈ.